വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് വേൾഡ് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് നമ്മൾ ഭൂഖണ്ഡങ്ങളെ കുറിച്ചാണ് പഠിക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ലോകത്തില് വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പൊ വലിപ്പത്തില് ഭൂഖണ്ഡങ്ങളില് 2ാം സ്ഥാനമാണ് ആർക്കുള്ളത്? ആഫ്രിക്കയ്ക്കുള്ളത്. ഇനി ആഫ്രിക്കയുടെ വിശേഷണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിക്കുന്നത് ആഫ്രിക്കയെയാണ്. ആഫ്രിക്കയുടെ ഒരു വിശേഷണമാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു ആഫ്രിക്ക. കൂടാതെ കാപ്പിരികളുടെ നാട്, എന്താണ് കാപ്പിരികളുടെ നാട്, മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. അപ്പൊ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു, കാപ്പിരികളുടെ നാട് എന്നറിയപ്പെടുന്നു, മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ ഏതിനെ വിശേഷിപ്പിക്കുന്നതാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ വിശേഷിപ്പിക്കുന്നതാണ്. ഭൂഖണ്ഡത്തിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അടുത്തത്, ഏറ്റവും കൂടുതൽ മരുഭൂമികൾ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആഫ്രിക്ക തന്നെയാണ്. ഏറ്റവും കൂടുതൽ മരുഭൂമികൾ കാണപ്പെടുന്ന ഭൂഖണ്ഡം. അപ്പൊ മരുഭൂമികളിൽ തന്നെ സഹാറ മരുഭൂമി എവിടെയാ സ്ഥിതി ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയിലാന്ന് പറയും. അപ്പൊ ഏറ്റവും കൂടുതൽ മരുഭൂമികള് ആഫ്രിക്കയിലാണ്. സഹാറ മരുഭൂമിയും ആഫ്രിക്ക ഭൂഖണ്ഡത്തിലാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ പേരെന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ പേര് കിളിമഞ്ചാരോ എന്നാണ്. ഏതാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി? കിളിമഞ്ചാരോ കൊടുമുടി ട്ടോ. ഇനി അടുത്തത്, ആഫ്രിക്കൻ യൂണിയൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്യോപ്യയിലെ ആഡിസ് അബാബ. എത്യോപ്യയിലെ ആഡിസ് അബാബയാണ് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം. അപ്പൊ ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എത്യോപ്യയിലെ ആഡിസ് അബാബയാണ്. ഇനി ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അൾജീരിയ ആണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് അൾജീരിയ. ഇനി ഇത് ഫ്രാൻസിൽ നിന്ന് ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം നേടിയ രാജ്യം കൂടിയാണ്. ഫ്രാൻസിൽ നിന്ന് ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ഏതാന്ന് പറയുന്നത്? അൾജീരിയ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ഭൂഖണ്ഡം ഏതാണ്? വളരെ ചൂട് കൂടിയ ഭൂഖണ്ഡം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം നമ്മൾ ഏതാ പറയേണ്ടത്? ആഫ്രിക്ക തന്നെ പറയണം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡവും ആഫ്രിക്കയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. കൂടുതൽ മരുഭൂമികളുള്ള ഭൂഖണ്ഡവും ആഫ്രിക്ക തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ ആഫ്രിക്കയില് ഏറ്റവും വലിയ തടാകം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു തടാകമാണ്. ഏതാണ് ആഫ്രിക്കയുടെ ഏറ്റവും വലിയ തടാകം? വിക്ടോറിയ തടാകം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകത്തിന്റെ പേര് വിക്ടോറിയ തടാകം എന്നാണ്. ഇനി 3 തലസ്ഥാനങ്ങളുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമുണ്ട്. 3 തലസ്ഥാനങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ദക്ഷിണാഫ്രിക്ക. 3 രാജ്യങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഈ ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗക്കാരനായ ആദ്യ പ്രസിഡന്റാണ് നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗക്കാരനായ ആദ്യത്തെ പ്രസിഡന്റാണ് നെൽസൺ മണ്ടേല, അല്ലെ? ഈ നെൽസൺ മണ്ടേലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. മണ്ടേല ദിനം എന്നാണ്. ജൂലൈ 18 മണ്ടേല ദിനം ജൂലൈ 18. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്താണ്? ലോങ് വാക്ക് ടു ഫ്രീഡം. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ ലോങ് വാക്ക് ടു ഫ്രീഡം. കൂടാതെ സ്ട്രഗിൾ ഈസ് മൈ ലൈഫ്, സ്ട്രഗിൾസ് ഈസ് മൈ ലൈഫ് എന്നതും നെൽസൺ മണ്ടേലയുടെ ഒരു കൃതിയാണ്. സ്ട്രഗിൾസ് ഈസ് മൈ ലൈഫ് എന്നത് നെൽസൺ മണ്ടേലയുടെ ഒരു കൃതിയാണ്. ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ്. ജൂലൈ 18 മണ്ടേല ദിനമാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, മണ്ടേല അറിയപ്പെടുന്നത് മാഡിബ എന്ന പേരിലാണ്. അപ്പൊ മണ്ടേലയുടെ അപരനാമമാണ് ഏത്? മാഡിബ. മണ്ടേലയുടെ അപരനാമമാണ് മാഡിബ. ഇനി കുറെ നാൾ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. അതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അങ്ങനെ നെൽസൺ മണ്ടേല അദ്ദേഹത്തിന്റെ തടവ് ശിക്ഷ ചെലവഴിച്ച തടവറ സ്ഥിതി ചെയ്യുന്നത് റോബൺ ദ്വീപിലാണ്. അദ്ദേഹത്തെ എവിടത്തെ ജയിലിലിട്ടായിരുന്ന? റോബൺ ദ്വീപിലുള്ള ജയിലിലാണ് ഇട്ടിരുന്നത്. അന്ന് അപ്പൊ നമ്മൾ തടവ് പുള്ളികൾക്ക് ഓരോ നമ്പർ കൊടുക്കൂ, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പർ 4666 4 കഴിഞ്ഞാൽ 666 ആണ്, പിന്നെ 4, അപ്പൊ 4664. അതായിരുന്നു നെൽസൺ മണ്ടേലയ്ക്ക് ജയിലിൽ നൽകിയിരിക്കുന്ന പേര്. അദ്ദേഹം 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതൻ ആയത് ട്ടോ. ഇനി അപ്പോ
ഏറ്റവും പ്രധാനം ലോങ് വാക്ക് ടു ഫ്രീഡം, അതുപോലെ സ്ട്രഗിൾ ഈസ് മൈ ലൈഫ്, ജൂലൈ 18 ദിനം, അതുപോലെ തന്നെ മാഡിബ എന്ന പേര്, 4664 ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗക്കാരനായ പ്രസിഡന്റ്, അതൊക്കെ നെൽസൺ മണ്ടേലയാണ് കേട്ടോ. അത് ഓർത്തു വെക്കുക. ഈ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു പേരുണ്ട്, മഴവിൽ ദേശം. അപ്പൊ മഴവിൽ ദേശം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഏത്, ദക്ഷിണാഫ്രിക്ക എന്ന് ഓർത്തു വെക്കണം. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനി, ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനിയായ കിംബെർലി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലാണ്. ഈ കിംബെർലിക്ക് ബിഗ് ഹോൾ എന്നൊരു പേരും കൂടിയുണ്ട്. അപ്പൊ ബിഗ് ഹോൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കിംബെർലിയാണ്. എന്താണ് കിംബെർലി? ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനിയുടെ പേരാണ് കിംബെർലി. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനിയുടെ പേരാണ് കിംബെർലി. അപരനാമം ബിഗ് എന്താണ്, ബിഗ് ഹോൾ എന്നാണ് കേട്ടോ. ഇനി അടുത്തത് സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും നാട് എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക. സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും നാട് എന്നും എന്തിനെ വിളിക്കുന്നു? ദക്ഷിണാഫ്രിക്കയെ വിളിക്കുന്നു. ആഫ്രിക്കയുടെ തടവറ എന്നറിയപ്പെടുന്നത് ഏതിനെയാന്ന് ചോദിച്ചാൽ ഇക്വിറ്റോറിയൽ ഗിനിയ. ആഫ്രിക്കയുടെ തടവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇക്വിറ്റോറിയൽ ഗിനിയ. ആഫ്രിക്കയുടെ വിജാഗിരി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ആഫ്രിക്കയുടെ വിജാഗിരി എന്നറിയപ്പെടുന്നത്? കാമറൂൺ ആണ്. ആഫ്രിക്കയുടെ വിജാഗിരി എന്നറിയപ്പെടുന്ന രാജ്യമാണ് കാമറൂൺ. നോർത്തേൺ റൊഡേഷ്യ എന്നറിയപ്പെടുന്നത് സാംബിയയാണ്. നോർത്തേൺ റൊഡേഷ്യ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? സാംബിയയാണ്. സദേൺ റൊഡേഷ്യ എന്ന് വിളിക്കുന്നതോ സിംബാബ്വെ. സദേൺ റൊഡേഷ്യ എന്ന് വിളിക്കുന്നത് സിംബാബ്വെയെയും നോർത്തേൺ റൊഡേഷ്യ എന്ന് വിളിക്കുന്നത് സാംബിയയെയും ആഫ്രിക്കൻ വിജാഗിരി എന്ന് വിളിക്കുന്നത് കാമറൂണിനെയും ആഫ്രിക്കയുടെ തടവറ എന്ന് വിളിക്കുന്നത് ഇക്വിറ്റോറിയൽ ഗിനിയെയുമാണ്. ഇനി അടുത്തത് നമ്മള് ഭൂമധ്യരേഖ കേട്ടുണ്ട്, ഉത്തരായന രേഖ കേട്ടുണ്ട്, ദക്ഷിണായന രേഖ കേട്ടുണ്ട്. ഈ 3 രേഖകളും കടന്നു പോകുന്ന ഒറ്റ ഭൂഖണ്ഡമുള്ളൂ ഇത്രേ, ആ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. 3 രേഖകൾ ഏതൊക്കെ? ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഫ്രിക്ക പറയണം. ആഫ്രിക്കയിൽ ഒരു പ്രത്യേകതരം പുൽമേടുകൾ കാണപ്പെടുന്നു. ആ പുൽമേടുകളുടെ പേരാണ് സാവന്ന. അപ്പൊ സാവന്ന എവിടെ കാണപ്പെടുന്ന പുൽമേടുകളാണ്? ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ്. നമ്മൾ പറയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കൊള്ളിക്കിഴങ്ങ്, മരച്ചീനി, കൊള്ളി, കപ്പ എന്നൊക്കെ വിളിക്കും. അങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് നൈജീരിയയിലാണ് അത്രേ. ലോകത്തെ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? നൈജീരിയയിലാണ്. ഇനി അടുത്തത് ഭൂമിയില് ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടായി. അപ്പൊ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് 2024 അല്ലെ? കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ ചൂട്. പ്രാവശ്യം ചൂടിന് കുറവൊന്നുമില്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ ചൂട് എത്ര. അപ്പൊ അത് നമ്മൾ കറണ്ട് ഫേസിൽ പഠിക്കണ്ട. അതുപോലെ പറയാണ് ഭൂമിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന ചൂട് എത്രയാണെന്നറിയാമോ? താപനില 57.7 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയണേ. 57.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്താണ്? ലിബിയയിലെ അൽ അസീസിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 57.7 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്ന, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലിബിയയിലാണ്. ലിബിയയിലെ എവിടെയാണ്? അൽ അസീസിയയിലാണ്. അതുപോലെ 8ാമത്തെ ഭൂഖണ്ഡം എന്ന് ഏതിനെയാ വിളിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ദ്വീപ് രാഷ്ട്രമാണ്. അതിന്റെ പേര് മഡഗാസ്കർ എന്നാണ്. അപ്പൊ 8ാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലെ ദ്വീപ് രാഷ്ട്രത്തിന്റെ പേരാണ് മഡഗാസ്കർ. ഇനി അടുത്തത് നമ്മളിപ്പോ ഇന്ത്യയുടെ തെക്കേയറ്റം, വടക്കേയറ്റം അല്ലെങ്കിൽ കേരളത്തിന്റെ തെക്ക് വടക്കൊക്കെ പഠിക്കണ പോലെ ഭൂമിശാസ്ത്രപരമായിട്ട് ആഫ്രിക്കയുടെ തെക്കേയറ്റത്തെ മുനമ്പാണ് അഗുൽ ഹാസ് മുനമ്പ്. ഭൂമിശാസ്ത്രപരമായി ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് കാണുന്ന മുനമ്പിനെ വിളിക്കുന്നത് അഗുൽ ഹാസ് മുനമ്പ് എന്നാണ്. ഇനി ജൂലിയസ് നെരേര കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലെ? അവരെ വിശേഷിപ്പിക്കുന്നത് ആഫ്രിക്കയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നാണ്. ആരാണ് ജൂലിയസ് നെരേര? ആഫ്രിക്കയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. എന്നാൽ അപ്പോ ആഫ്രിക്കയുടെ ഉരുക്കു വനിത ആരാണ്? ലൈബീരിയയിലെ എലൻ ജോൺസൺ സർലീഫ് ആണ്. ആഫ്രിക്കയുടെ ഉരുക്കു വനിത എലൻ ജോൺസൺ സർലീഫും ആഫ്രിക്കയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? ജൂലിയസ് നരേരയുമാണ്. ആരാണ്? ജൂലിയസ് നരേര. ഇനി അടുത്തത്
നമ്മൾ കേട്ടിട്ടുണ്ട് പ്രസിദ്ധമായ ടേബിൾ മൗണ്ടൻ കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ ആ ടേബിൾ മൗണ്ടൻ എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പൊ പ്രസിദ്ധമായ ടേബിൾ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ഗോൾഡ് കോസ്റ്റ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗോൾഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഗോൾഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത് ഘാനയെയാണ്. എന്തിനെയാണ്? ഘാന. അതുപോലെ സത്യസന്ധന്മാരുടെ നാട് എന്ന് വിളിക്കുന്നത്, അവിടെ ഉള്ളവരൊക്കെ സത്യസന്ധന്മാരാന്നാ പറയണേ. സത്യസന്ധന്മാരുടെ നാട് ബുർക്കിന ഫാസോ. സത്യസന്ധന്മാരുടെ നാട് എന്നറിയപ്പെടുന്നത് ബുർക്കിന ഫാസോ. പരിമള ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് കോമറോസ്. ഏതാണ്? കോമറോസിനെയാണ് പരിമള ദ്വീപുകൾ. അപ്പൊ ഗോൾഡ് കോസ്റ്റ് ഘാന, സത്യസന്ധന്മാരുടെ നാട് ബുർക്കിന ഫാസോ, പരിമള ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? കോമറോസ് ആണ്. അതുപോലെ തന്നെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത വങ്കാരി മാതായിയാണ്, കെനിയക്കാരിയാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിതയാണ് വങ്കാരി മാതായി. അവര് ആഫ്രിക്കക്കാരിയാണ്. സോറി, എന്താ പറയാ, കെനിയക്കാരിയാണ്. ആഫ്രിക്കൻ വനിത കെനിയക്കാരിയാണ്. 2004 വങ്കാരി മാതായിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അൺബൗഡ് എമെമ്മയർ അത് അവരുടെ ആത്മകഥയുടെ പേരാണ്. അൺബൗഡ് എമെമ്മയർ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? വങ്കാരി മാതായുടെ ആത്മകഥയാണ്. എന്താ പറഞ്ഞേ നമ്മള്? സമാധാനത്തിന് നോബൽ പ്രൈസ് നേടിയ ആഫ്രിക്കൻ വനിതയാണ്. എവിടുത്തുകാരിയാണ്? കെനിയക്കാരിയാണ് അല്ലെ. ഇനി നമ്മൾ പറയുന്നത് അടുത്തത് ഇതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. ആഫ്രിക്കയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ പ്രസിഡന്റ്. ആഫ്രിക്കയുടെ ഉരുക്കു വനിത. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈബീരിയയിലെ എലൻ ജോൺസൺ സർലീഫ്. അപ്പൊ ആഫ്രിക്കയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് എലൻ ജോൺസൺ സർലീഫ് എന്നറിയപ്പെടുന്നത്. ഇനി പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയിൽ ഉള്ളിലായിട്ട് ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു രാജ്യമാണ്. അതിന്റെ പേരാണ് ലെസോത്തോ. പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ലെസോത്തോ. ഏതാണ്? ലെസോത്തോ. അവർ ലെസോത്തോന് ഒരു നാണയമുണ്ട്. നാണയത്തിന്റെ പേര് അറിയോ? ലോട്ടി. ലെസോത്തോന്റെ നാണയത്തിന്റെ പേര് എന്താണ്? ലോട്ടി എന്നാണ്. ലെസോത്തോന്റെ നാണയം ലോട്ടി. അടുത്തത് ആഫ്രിക്കയിലെ മിനി ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യമാണ് മൗറീഷ്യസ്. ആഫ്രിക്കയിലെ മിനി ഇന്ത്യ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ മിനി ഇന്ത്യ എന്നറിയപ്പെടുന്നത് മൗറീഷ്യസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നക്ഷത്രവും താക്കോലും എന്നറിയപ്പെടുന്ന ഐലൻഡ് കൂടിയാണ് മൗറീഷ്യസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നക്ഷത്രവും താക്കോലും എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? മൗറീഷ്യസിനെ തന്നെയാണ്. അടുത്ത നോക്കൂ, മഴവില്ലുകളുടെയും വാൽനക്ഷത്രങ്ങളുടെയും ദ്വീപ് എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന രാജ്യം കൂടിയാണ് മൗറീഷ്യസ്. അപ്പൊ ആഫ്രിക്കയിലെ മിനി ഇന്ത്യയാണ് മൗറീഷ്യസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നക്ഷത്രവും താക്കോലും എന്നറിയപ്പെടുന്ന മൗറീഷ്യസിനെയാണ് മഴവില്ലുകളുടെയും വാൽനക്ഷത്രങ്ങളുടെയും ദ്വീപ് എന്ന പ്രാദേശികമായി അറിയപ്പെടുന്നതും ഏതന്നെയാണ്? മൗറീഷ്യസ് തന്നെയാണ്. ഇനി അടുത്തത് നമ്മള് ആഫ്രിക്കയിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണെന്ന് നോക്കാം. ആഫ്രിക്കയിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണെന്ന് ചോദിച്ചാൽ ലൈബീരിയയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ലൈബീരിയ. അമേരിക്കയിലെ അടിമത്തത്തിൽ നിന്നും മോചിതരായ കറുത്ത വർഗക്കാർ സ്ഥാപിച്ച രാജ്യമാണ് ലൈബീരിയ. അമേരിക്കയിലെ അടിമത്തത്തിൽ നിന്നും മോചിതരായതിനു ശേഷം കറുത്ത വർഗക്കാർ സ്ഥാപിച്ച രാജ്യമാണ് ലൈബീരിയ. ഈ ലൈബീരിയയാണ് ആഫ്രിക്കയിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തത് നമ്മള് ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു നഗരമാണ് കെയ്റോ. ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ നഗരമാണ് കെയ്റോ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നഗരവും കെയ്റോയാണ്. കെയ്റോന്റെ പ്രത്യേകത എന്താണ്? കെയ്റോ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന ഈജിപ്തിന്റെ തലസ്ഥാനമാണ് കെയ്റോ. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ സ്ഥലമാണ് കെയ്റോ. അപ്പൊ നൈലിനെ കുറിച്ച് പഠിക്കാം. നൈല് ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി സ്ഥിതി ചെയ്യുന്ന വൻകര ആഫ്രിക്കയാണ്. 6600ഓളം കിലോമീറ്റർ. നാഷണൽ ജോഗ്രഫിക് റിപ്പോർട്ട് പ്രകാരം 6600ഓളം കിലോമീറ്റർ നീളമുണ്ട് ഏതിന്? നൈൽ നദിക്ക് എന്നാ പറയണേ. നൈൽ നദിയെ ഇന്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കുന്ന നദി നൈൽ നദിയാണ്.
11 രാജ്യങ്ങളിലൂടെ നൈൽ നദി കടന്നു പോകുന്നു. നൈൽ നദി കടന്നു പോകുന്നത് 11 രാജ്യങ്ങളിലൂടെയാണ്. ഏതൊക്കെ രാജ്യങ്ങളുടെ ജീവനാഡിയായിട്ടാണ് നൈൽ നദിയെ കണക്കാക്കുന്നത്? ഈജിപ്തിന്റെയും സുഡാന്റെയും. ഈജിപ്തിന്റെയും സുഡാന്റെയും ജീവനാഡി എന്ന് വിളിക്കുന്നതും നൈൽ നദിയെയാണ്. ആഫ്രിക്കൻ വൻകരയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തു കൂടിയാണ് നൈൽ ഒഴുകുന്നത്. ആഫ്രിക്കൻ വൻകരയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തു കൂടിയാണ് എന്തൊഴുകുന്നത്? നമ്മുടെ നൈൽ ഒഴുകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, സുഡാനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സുഡാൻ നമ്മള് ഇതിനു മുൻപ് നമ്മള് എന്താ പറയാ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പഠിച്ചപ്പോ പഠിച്ചു നമ്മൾ അല്ലെ. അതായത് 193 UN അംഗരാജ്യമാണ് സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞു. UN 193 അംഗമാണ് സൗത്ത് സുഡാൻ. ദക്ഷിണ സുഡാൻ UN അംഗമായതും ഞാൻ പറഞ്ഞിട്ടുണ്ടായി 2011 ജൂലൈ 14 ഏറ്റവും അവസാനം രൂപീകൃതമായ ആഫ്രിക്കൻ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് സുഡാൻ പറയണം. അതാണ് ഇപ്പൊ സൗത്ത് സുഡാൻ പറയാനുള്ള കാരണം. പിന്നെ സുഡാന്റെ ജീവനാഡി ആണ് അല്ലെ നൈല്. നൈല് ആണ് സുഡാനെ ആ നിലയ്ക്ക് നമ്മളിപ്പോ പറയില്ലേ, അതായത് ഓരോന്നിന്റെയും ജീവനാഡി, മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി അല്ലെ, അങ്ങനെ ഒക്കെ നമ്മൾ ഓരോരോ നദികളെ വിശേഷിപ്പിക്കാറുള്ളത് പോലെ തന്നെ നമ്മുടെ രാജ്യങ്ങളുടെ, 2 രാജ്യങ്ങളുടെ ഈജിപ്തിന്റെയും സുഡാന്റെയും ജീവനാഡി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? നൈലിനെയാണ്. ആ സൗത്ത് സുഡാൻ സൗത്ത് സുഡാനും ഉണ്ട്, നോർത്ത് സുഡാനും ഉണ്ട്. സൗത്ത് സുഡാൻ 193 UN മെമ്പർ ആണ്. 2011 ജൂലൈ 14 UNOയിൽ അംഗമായത്. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന എന്താ പറയുന്നത് ഈജിപ്ത് അല്ലെ. അതുപോലെ തന്നെ ഈജിപ്താണ് നൈലിന്റെ ദാനം. എന്നിരുന്നാലും സുഡാനും എന്താണ് ആ ജീവനാഡിയാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അവസാന രൂപം കൊണ്ട് ആഫ്രിക്കൻ രാജ്യമാണ് സുഡാൻ എന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് ഒരിക്കലും ഉറങ്ങാത്ത നഗരം. ഏതാ ഒരിക്കലും ഉറങ്ങാത്ത നഗരം? അങ്ങനെ ഒരു നഗരം ഉണ്ടോ? ഉണ്ട്. ആ നഗരത്തിന്റെ പേരാണ് കെയ്റോ. ഒരിക്കലും ഉറങ്ങാത്ത നഗരമാണ് കെയ്റോ. 1000 മിനാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നതും കെയ്റോയെ തന്നെയാണ്. അപ്പൊ ഒരിക്കലും ഉറങ്ങാത്ത നഗരം, 1000 മിനാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കെയ്റോ ആണ്. ഇനി അതുപോലെ തന്നെ ആഫ്രിക്കയില് ഒരു മരുഭൂമിയുണ്ട്, കലഹാരി മരുഭൂമി. അത് ബോട്സ്വാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയിലെ ബോട്സ്വാനയിലാണ് കലഹാരി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ആ കലഹാരി മരുഭൂമിയിൽ ഒരു ആദിമ നിവാസികൾ താമസിക്കുന്നുണ്ട്. അവരെ വിളിക്കുന്നത് ഏത് പേരിട്ടാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അവരെ വിളിക്കുന്നത് ബുഷ്മൻ എന്നാണ്. എന്താണ്? ബുഷ്മൻ. അപ്പൊ ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിലെ ആദിമ നിവാസികളെ വിളിക്കുന്നത് ബുഷ്മൻ എന്നാണ്. കലഹാരി മരുഭൂമി ബോട്സ്വാനയിലാണ് എന്നും കൂടി ഓർത്തു വെക്കുക. അടുത്ത ടാൻസാനിയ. നമുക്ക് അറിയുന്നതാണ്, ലോകത്തെ ഏറ്റവും അധികം ആനകളുള്ള രാജ്യമാണ് ടാൻസാനിയ. ആ ടാൻസാനിയയുടെ രാഷ്ട്രപിതാവാണ് ജൂലിയസ് നരേര. ടാൻസാനിയയിലെ രാഷ്ട്രപിതാവാണ് ജൂലിയസ് നരേര. ഇനി അടുത്തത് സാംബിയയുടെ രാഷ്ട്രപിതാവ് ആരാന്ന് ചോദിച്ചാൽ കെന്നത്ത് കൗണ്ട. സാംബിയയുടെ രാഷ്ട്രപിതാവ് ആരാണ്? കെന്നത്ത് കൗണ്ടയാണ്. അതുപോലെ നമ്മൾ ഡോഡോ പക്ഷി കേട്ടിട്ടുണ്ട് അല്ലെ. ഡോഡോ പക്ഷി, അതായത് 17-ാം നൂറ്റാണ്ടില് വംശനാശം സംഭവിച്ച് ഇല്ലാണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു തരം പക്ഷിയാണ് ഡോഡോ പക്ഷികൾ. ആ ഡോഡോ പക്ഷികൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ മൗറീഷ്യസിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ആഫ്രിക്കയിലെ മിനി ഇന്ത്യ എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? മൗറീഷ്യസിനെ വിളിക്കുന്നത്. ഇനി അടുത്തത് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനം. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അപ്പൊ റിപ്പബ്ലിക് ഓഫ് കോങ്കോന്റെ എന്താണ് സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 15 തന്നെയാണ്. ഇനി ഗിനിയെ കേട്ടിട്ടില്ലേ? ഗിനിയയ്ക്ക് ഒരു വിശേഷണുണ്ട്, വെള്ളക്കാരന്റെ ശവപ്പറമ്പ്. അപ്പൊ വെള്ളക്കാരന്റെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഗിനിയ തീരം ട്ടോ. വെള്ളക്കാരന്റെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്നത് ഗിനിയ തീരത്തെയാണ്. അതുപോലെ തന്നെ നമ്മള് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ വംശനാശം ഭീഷണി വന്നിട്ട് നശിച്ചുപോയ ഡോഡോ പക്ഷിയുടെ പോലെ തന്നെ 16-ാം നൂറ്റാണ്ടിൽ വംശനാശം സംഭവിച്ച വേറൊരു സംഭവം ഉണ്ട്, ആനപ്പക്ഷി എന്നാണ് പറയാ. ആനപ്പക്ഷി. ആ ആനപ്പക്ഷികൾ ഉണ്ടായിരുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ മഡഗാസ്കറിലാണ് നമ്മൾ പറയാ. എവിടെയാ പറയാ? മഡഗാസ്കറിൽ. അപ്പൊ ആനപ്പക്ഷി വംശനാശ ഭീഷണി നേരിട്ട് അത് നശിച്ചുപോയ എന്താ പറയുന്നത് ആനപ്പക്ഷി എവിടെ കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ മഡഗാസ്കറിലാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് മഗ്രിബ എന്ന് വിളിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മളോട് ചോദിക്കുകയാണ്, താഴെ പറയുന്നതിൽ ഏതൊക്കെ രാജ്യങ്ങൾ മഗ്രിബ എന്ന പേരിൽ അറിയപ്പെടുന്നു? ഏതാണ് മഗ്രിബ എന്ന് വിളിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ? മൊറോക്കോ, അൾജീരിയ, ടൂണീഷ്യ. മൊറോക്കോ, അൾജീരിയ, ടൂണീഷ്യ എന്നീ രാജ്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കണേ? മഗ്രിബ എന്നാണ് വിളിക്കുന്നത്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ഐവറി കോസ്റ്റിലാണ്. എവിടെയാണ്? ഐവറി കോസ്റ്റിലാണ്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്
ലോകത്തെ ഏറ്റവും വലിയ വജ്രം അല്ലെ, ആ വജ്രത്തിന്റെ പേര് കുള്ളിനൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എവിടുന്നാണ് കണ്ടെടുത്തതെന്ന് ഒന്ന് ഓർത്തു വെക്കണം. ദക്ഷിണാഫ്രിക്കയില് ഒരു ഖനിയുണ്ട്, പ്രീമിയർ ഖനി എന്നാണ് പേര്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ പ്രീമിയർ ഖനിയിൽ നിന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വജ്രമായ കുള്ളിനൻ കണ്ടെത്തിയത് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയാണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ആഫ്രിക്കയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അപരനാമങ്ങളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കണതാണ് ആഫ്രിക്കയുടെ ഹൃദയം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബുറുണ്ടിയാണ്. ആഫ്രിക്കയുടെ ഹൃദയം ബുറുണ്ടിയാണ്. ആഫ്രിക്കയുടെ കൊമ്പ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സൊമാലിയാണ്. ആഫ്രിക്കയുടെ കൊമ്പ് സൊമാലിയ. ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം ഏതാന്ന് ചോദിച്ചാൽ ചാടാണ്. ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം ചാടാണ്. അതുപോലെ തന്നെ ആഫ്രിക്കയുടെ പണയപ്പെട്ട കൊമ്പാണ് ജിബൂട്ടി. ആഫ്രിക്കയുടെ പണയപ്പെട്ട കൊമ്പ് ജിബൂട്ടി, ആഫ്രിക്കയുടെ കൊമ്പ് സൊമാലിയ, ആഫ്രിക്കയുടെ ഹൃദയം ബുറുണ്ടി, ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം ചാട്. ഇതൊക്കെ ഓരോന്നിന്റെ വിശേഷണങ്ങളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ മാക്സിമം ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് വളരെ പ്രധാനപ്പെട്ടത്. ഇതെങ്ങനെ നിങ്ങൾ പഠിക്കണം, ഇത് പഠിക്കാതെ നമ്മൾ പോകരുത്, ഇത്രയെങ്കിലും പഠിക്കാതെ നമ്മൾ പോകരുത്. അപ്പൊ ഭംഗിയായിട്ട് ക്ലാസ് കേൾക്കുക, ആവശ്യമുള്ളവർ എഴുതി എടുത്ത് തന്നെ പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ കേട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.